നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ മറ്റൊരു ഭാഗത്തൂടെയാണ് പോണത്. വിഴിഞ്ഞത്തിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ഒരു റോഡുണ്ട്. അപ്പോൾ അതിന് ഉള്ള ഏരിയ കൂടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഈ കാണുന്നത് റോഡിൽ കാണുന്നത് കംപ്ലീറ്റും മത്സ്യസംബന്ധമായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ നിന്ന് താണ്ടെ മത്സ്യത്തിന് പിടിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് ഈ വരുന്നത്. ഇവിടുന്ന് ഏത് നിമിഷവും എപ്പോഴും ഒരു മത്സ്യം പിടിക്കാൻ വേണ്ടിയുള്ള പോകുന്നതും പിന്നെ പിടിച്ച മത്സ്യം വാങ്ങാൻ വേണ്ടിയുള്ള ഇതും. പിന്നെ ഈ കാണുന്ന റോഡിലാണ് ഐസ് ഫാക്ടറി കംപ്ലീറ്റ് ഉള്ളത്. ഐസ് ഫാക്ടറി ഇത് നേരെ ചെന്ന് കയറണമെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞ നമ്മൾ ഒരു ജംഗ്ഷനിലാണ്. നമ്മൾ വേറെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. വന്ന് നേരെ ഉള്ള ഏരിയ കൂടെ വിഴിഞ്ഞതിൻ്റെ ഉള്ള ഏരിയ കൂടെ കറങ്ങി നേരെ വന്ന് ജംഗ്ഷനിൽ വന്ന് കയറുന്ന സ്ഥലമാണ്. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാം ഒരുമിച്ച് ഒരു ഇതായിട്ടാണ് താമസിക്കുന്നത്. ഇവരെല്ലാവരും വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോകാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കോവളം എന്ന് പറഞ്ഞാൽ അടുത്താണ്. കോവളം അടുത്തായത് കാരണം ധാരാളം വിദേശ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരാറുണ്ട്. കോവളത്തു നിന്ന് വന്ന് ഇവിടെ വിഴിഞ്ഞ് സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ഇതാ ഈ ജംഗ്ഷനിൽ നിന്ന് ഈ വലത്തോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ പോയിട്ട് ഹാർബറിൽ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ പോകുന്ന ഒരു റോഡാണ്. വലത്തോട്ട് പോകുന്ന റോഡ്. ഇതിൽ പോലീസ് സ്റ്റേഷനാണ് കാണുന്നത്. കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞം ബസ് സ്റ്റാൻഡാണ്. ഈ റോഡാണ് നേരെ പോകുന്നത്. നേരെ പോയിട്ട് ഇത് നേരെ ചെന്നിറങ്ങുന്ന കടലാണ്. കടലിൻ്റെ അടുത്ത് ഫിഷിങ്ങിൻ്റെ ആൾക്കാർ മീൻ വിൽക്കുന്ന സ്ഥലമാണ്. പിടിച്ച് ഫിഷിംഗ് ഹാർബറാണ്. അവിടെ തന്നെയാണ് മീൻ വിൽക്കുന്ന സ്ഥലവും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇടതുവശത്ത് കാണുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ്. നമ്മളിപ്പം ഈസ്റ്റ് കോട്ടം തമ്പാനൂരിൽ നിന്നൊക്കെ വന്നിട്ട് ഈസ്റ്റ് കോട്ടം നിന്ന് വിഴിഞ്ഞത്ത് പോകുന്ന ബസ്സിൽ കയറിയാണ് നേരെ ഇവിടുത്തെ ഡിപ്പോയിൽ കൊണ്ടാണ് ഇറക്കുന്നത്. ഇവിടെ ഇറങ്ങിയ ജസ്റ്റ് ഒരു 250 മീറ്റർ നടക്കുമ്പോൾ 200 മീറ്റർ നടക്കുമ്പോൾ തന്നെ മീൻ മാർക്കറ്റും ഫിഷിംഗ് ഹാർബറും ഒക്കെ അവിടെയുള്ള റോഡാണ് ഈ കാണുന്നത്. ഈ ആൾക്കാരൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഇവിടെ നിന്ന് നമുക്ക് വിഴിഞ്ഞ ഹാർബർ ശരിക്കും നമുക്ക് വളരെ അടുത്ത് വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. വളരെ അടുത്തെന്ന് പറഞ്ഞാൽ വളരെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡ് വന്ന് കയറി ഇവിടെ ഒരു ജംഗ്ഷൻ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നൊരു ജംഗ്ഷനും തിരിഞ്ഞും റൈറ്റും ലെഫ്റ്റും പോകും. അതാണ് ഈ ജംഗ്ഷൻ. റൈറ്റും ലെഫ്റ്റും പോകും. റൈറ്റ് പോകുന്നത് വിഴിഞ്ഞത്തിൽ ഫിഷ് വാങ്ങിക്കാനൊക്കെ വരുന്ന ആൾക്കാർ നേരെ റൈറ്റാണ് പോകുന്നത്. ലെഫ്റ്റ് പോയാൽ ശരിക്കും നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടെയ്നർ തുറമുഖം നമുക്ക് ലെഫ്റ്റ് പോയി ഈ റോഡിൽ നിന്ന് കയറുന്നത് ഒരു ഡെഡ് എൻഡാണ്. ഈ ഡെഡ് എൻഡാണ്. ഇവിടെ നമുക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു യേശുവിൻ്റെ പ്രതിമ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, മറു സൈഡിൽ നിന്ന് കാണിച്ചിരുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ഏകദേശം ഇപ്പം നമ്മൾ അടുത്ത് വന്നിട്ടുണ്ട്. കണ്ട വളരെ അടുത്താണ്. നമ്മൾ നേരെ അടുത്താണ് നിൽക്കുന്നത്. ഇത് കടലിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഈ യേശുവിൻ്റെ രൂപം നമുക്ക് തൊഴിലാളി കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ചെന്ന് കാണുന്ന അവിടെ നേരെ ചെന്നിറങ്ങുന്നത് ഫിഷിംഗ് ഹാർബറിൻ്റെ ഡെഡ് എൻഡാണ്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഈ ഇതിൻ്റെ കണ്ടെയ്നർ തുറമുഖം. അവിടെ ഇപ്പോൾ ആൾറെഡി ഒരു വലിയ കണ്ടെയ്നർ കപ്പലൊക്കെ വന്ന് കിടപ്പുണ്ട്. ഒരു 3500 കണ്ടെയ്നറൊക്കെ ഉള്ളൊരു ഷിപ്പാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. 8500 കണ്ടെയ്നർ വരെയുള്ള ഷിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 8500 അത് മദർ ഷിപ്പ് വരേണ്ട, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വരേണ്ട ഒരു തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും മദർ ഷിപ്പാണ്. അത് വളരെ അടുത്താണ്. ശ്രീലങ്കയായിട്ടും കൊളംബോ ആയിട്ടൊക്കെ വളരെ അടുത്തുള്ള തുറമുഖമാണ്. നമ്മൾ പണ്ട് ഇവിടെ നിന്ന് ഈ തുറമുഖത്തുനിന്ന് ഇവിടത്തേക്ക് സാധനം എടുക്കാൻ വേണ്ടി നേരെ കൊളംബോയിൽ ഷിപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് ചെറിയ ഷിപ്പ് വഴിയാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ കൊച്ചിയിലൊക്കെ സാധനം വന്നുകൊണ്ടിരുന്നത്. ഇനി കൊച്ചിയിൽ നിന്ന് വരും ഇവിടെ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകാൻ പറ്റും. സാധനങ്ങൾ കണ്ടെയ്നറൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ഒരു ചപ്പാത്തും ഇത് പാർവതി പുത്തനാറെന്ന് വന്ന് ഇറങ്ങുന്ന ഒരു തോട് നേരെ വന്നിറങ്ങുന്നത് ഈ വിഴിഞ്ഞം ഭാഗത്താണ്. ഇത് മറുഭാഗത്തൊന്നുണ്ട്, അത് വേളിക്കായലിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ തിരുവനന്തപുരം സിറ്റിയിൽ എത്ര വെള്ളം നിറഞ്ഞാലും വെള്ളം കടലെളുത്തുകൊണ്ട് പോകുന്നത് ഈ രണ്ട് വശത്തൂടെയാണ്. വേളിയിൽ പോകുന്ന പറഞ്ഞാൽ പൊഴി മുറിയും. ഇവിടെ ധാരാളം കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട്. അത് ഇവിടത്തുകാർ തന്നെയാണ് ഈ കുളിക്കുന്നത്. പുറത്തുള്ള ആൾക്കാരൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും കുളിക്കാറില്ല. ഈ ഏരിയ അങ്ങനെ വലുതായിട്ട് അറിഞ്ഞുകൂടാ. കാരണം എല്ലാവരും ഫിഷിങ്ങിൻ്റെ ഫിഷ് വാങ്ങിക്കുന്നതിൻ്റെ അവിടെ വരെ വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇങ്ങോട്ടൊന്നും ആരും നോക്കില്ല.
അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്ന പാർവതി പുത്തനാറ് വന്നിറങ്ങി വെള്ളം നിറയുമ്പോൾ നേരെ ഈ കടലാണ് ഇളുത്തോണ്ട് പോകുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം തൊട്ടടുത്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഉണ്ടാകും. ഇവിടെയാണ് ഹാർബർ. ഇത് 1ാം ഘട്ടമാണ് പൂർത്തിയായത്. ഇവിടെ ധാരാളം വീടുകളുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ വിഴിഞ്ഞത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്, സ്ഥലം ഒഴിഞ്ഞ് വിട്ടു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഗവൺമെൻറ് ക്യാഷും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കേസുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ധാരാളം പാറ കയറ്റി വരുന്ന വണ്ടികൾ, വലിയ വലിയ ടിപ്പറുകൾ പാറ കയറ്റി തമിഴ്നാടിൽ നിന്നും കേരളത്തിനകത്ത് നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പാറ കയറ്റി ഇവിടെ വന്ന് ഇവിടെ 2ാം ഘട്ടം വർക്ക് നിരന്തരം നടന്നുകൊണ്ട് രാപ്പകലെന്നെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം കണ്ടെയ്നർ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെ ഒരു ഷിപ്പ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാം ഷിപ്പ് തൊട്ടടുത്ത് കിടക്കുന്നത്. അപ്പോൾ ഇത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ക്രെയിനുകളാണ്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, പത്രത്തിലും ടി വിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതാണ് ആ ഷിപ്പ്, വലിയ ഷിപ്പ്, കണ്ടെയ്നർ ഷിപ്പ്. ഞാൻ മറുഭാഗത്ത് നിന്ന് കാണിച്ച കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട ആ ഷിപ്പാണ് കിടക്കുന്നത്. ക്രെയിനും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചെറിയ ഷിപ്പാണ്. ഇതെപ്പോഴും അവരിങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ അപ്പുറത്തെ തൊട്ടടുത്ത് തന്നെ അവരുടെ തന്നെ മറ്റൊരു ഷിപ്പ് കിടപ്പുണ്ട്, ചെറിയ ഷിപ്പ്. ഇവിടെ നിന്ന് നീണ്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായ 24 മീറ്റർ താഴ്ചയുള്ള ഒരേ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിൽ. അപ്പുറത്ത് തന്നെ എല്ലാം കിടപ്പുണ്ട്. അവിടെ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എവിടെ നിന്ന് വന്നാലും ഇവിടെ വന്നിട്ടേ പോവാനുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് തൊട്ടടുത്ത് അവിടെ തന്നെ കാണാം. തൊട്ടപ്പുറത്ത് തന്നെ ആ വിഴിഞ്ഞം പിന്നെ ഷിപ്പ് കിടക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വരുന്നവർ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞ് വിഴിഞ്ഞത്ത് പറഞ്ഞവർ ഈ ഫിഷിംഗ് ഹാർബറിൽ വന്ന് ഇതെല്ലാം കാണണം. ഇവിടെ നിന്ന് Sunshine, sunshine, sunshine. I think I found it now. What I've been looking for. Isn't it beautiful? It's got my head all up in the clouds. I think I found it now.